ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാക്ക് കേട്ടോ. അതിന് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് പഞ്ചസാര നിങ്ങൾക്ക് വേണ്ട അളവിൽ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, ഒരു ഗ്ലാസിൻ്റെ കാൽ ഭാഗമൊക്കെ മതി. ഇനി നല്ല സിറപ്പായി വരുമ്പോഴത്തേനും നമുക്ക് കടലമാവ് പൊടി ഇല്ലേ, അതെടുക്കുക. അത് കുറച്ച് തോനെടുത്തിട്ട് വെള്ളമായിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കട്ടൊന്നുമില്ലാതെ സെറ്റാക്കി കൊടുക്കണം. നമ്മുടെ മിക്സ്ചർ ഇതാ ഇവിടെ റെഡി ആയിട്ടോ. ഇത് ഈ ഒരു പരുവത്തിലാണ്. വെള്ളം ഉണ്ട് ചോദിച്ചാൽ വെള്ളമുണ്ട്, വെള്ളം ഇല്ല ചോദിച്ചാൽ അധികം വെള്ളം ഇല്ലേരും, അങ്ങനത്തെ ഒരു ഇതിൽ. അപ്പം നമ്മുടെ അത് റെഡിയാക്കുമ്പോഴത്തേനും നമ്മുടെ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല രീതിയിൽ ഇതായി വന്നിട്ടുണ്ട്. കുറച്ച് ഏലക്ക ചേർത്തിട്ടുണ്ട് ഒരു മണത്തിനൊക്കെ ആയിട്ട്. ഇനി നമ്മൾ മറ്റ് സെറ്റാക്കി വെച്ച സാധനം ഇതിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാധനം ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ അതിൻ്റെ കടലമാവിൻ്റെ പച്ചച്ചോയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരും. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാക്കി വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒട്ടി പിടിക്കാതിരിക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇത് ആ മിക്സ്ചർ ഇതിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ പരത്തി റെഡിയാക്കി കൊടുക്കുക. ഒരേപോലെ തന്നെ നമുക്ക് സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാനാണ്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. നല്ലപോലെ തന്നെ പരത്തിയിട്ട് ഇനി നമ്മൾ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് അരികൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അരി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് വരും. ഇനി നമുക്കൊരു നീളത്തെ ഇതാ വെട്ടി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഈ വെട്ടി കൊടുക്കട്ടോ. ഞാനൊരു നീളന് ഷേപ്പ് വെട്ടി കൊടുത്തിട്ട് ഇതാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താലും തന്നെ റെഡി ആയി കിട്ടും. അല്ല അതേപോലെ കത്തിയോണ്ട് ഇങ്ങനെ മുറിക്കാൻ പറ്റുക വെച്ചാൽ അതും ഓക്കെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തും അതേപോലെ തന്നെ ലൈന് പോലെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇത് അതേ ക്ലിയറായിട്ട് ഇതാക്കി വെക്കുമ്പോൾ ക്ലിയറായിട്ട് എടുക്കാൻ കിട്ടും കേട്ടോ. ചെറിയൊരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടാകും നമ്മൾ എടുക്കണേൻ്റെ. ഇതേപോലെ എല്ലാം ക്ലിയറായിട്ട് എടുത്ത് കിട്ടും. അവിടെ പ്ലേറ്റിൽ ഒട്ടിപ്പിടിപ്പോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ മൈസൂർ പാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. നമ്മൾ പറയണ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.